എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു നവരാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. മാതൃരൂപിണിയായ ജഗദീശ്വരിയെ ഇനിയുള്ള 9 ദിവസങ്ങളിൽ 9 ഭാവങ്ങളിൽ ആരാധിക്കുന്നു. ഈ ദേവീ രൂപങ്ങൾ നവദുർഗ എന്ന് അറിയപ്പെടുന്നു. പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഘണ്ഡേതി, കുഷ്മാണ്ഡേതി, ചതുർത്ഥകം പഞ്ചമം സ്കന്ദമാതേതി, ഷഷ്ടം കാർത്യായനീതി ച, സപ്തമം കാളരാത്രീതി, മഹാഗൗരീതി ചാഷ്ടമം, നവമം സിദ്ധിദാ പ്രോക്ത, നവദുർഗാ പ്രകീർത്തിത, ഉക്ത്യാന്യേതാനി നാമാനി ബ്രഹ്മണൈവ മഹാത്മനാ. ദേവീ കവചത്തിൽ ദേവിയുടെ 9 ഭാവങ്ങളെ ഇപ്രകാരം പ്രകീർത്തിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് ശൈലപുത്രി. ശൈലപുത്രി ഹിമവാന്റെ മകളാണ്. 1-ാം രാത്രി ശൈലപുത്രിയുടെ ആരാധന നടത്തുന്നു. രണ്ടാമതായിട്ട് ബ്രഹ്മചാരിണി. ശിവന്റെ പത്നിയായി ഇരിക്കുവാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ബ്രഹ്മചാരിണി എന്നു നാമം ലഭിച്ചു. 3-ാമത്തേത് ചന്ദ്രഘണ്ഡ. നെറ്റിയിൽ ഒരു മണിയുടെ ആകൃതിയിൽ ചന്ദ്രക്കല ഉള്ളതിനാൽ ദേവി ചന്ദ്രഘണ്ഡ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. 3-ാം രാത്രി ചന്ദ്രഘണ്ഡയുടെ ആരാധനയ്ക്കായി നീക്കിവെക്കപ്പെട്ടിരിക്കുന്നു. 4-മതായിട്ട് കുഷ്മാണ്ഡ. പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയാണ് കുഷ്മാണ്ഡ. നവരാത്രിയുടെ 4-ാം ദിവസം കുഷ്മാണ്ഡ ദേവിയുടെ ആരാധന നടത്തിവരുന്നു. 5 സ്കന്ദമാത. ബാലമുരുകനെ മടിയിലിരുത്തി അനുഗ്രഹം നൽകുന്ന ദിവ്യരൂപമാണ് 5-ാം ദിവസത്തിലെ ആരാധന. കാർത്യായന ഋഷിയുടെ പുത്രിയായി അവതരിച്ച ദേവിയാണ് കാർത്യായനി. 6-ാം രാത്രി ഈ ദേവിയുടെ ആരാധനയാൽ മഹത്വപൂർണമാകുന്നു. 7 കറുത്ത ശരീരവർണ്ണമുള്ള കാളരാത്രി ദുർഗയുടെ രൗദ്രഭാവമാണ്. കാളരാത്രി ഭാവത്തിൽ ദേവിയെ ആരാധിക്കുവാനുള്ള ദിവ്യദിനമായി 7-ാം ദിവസം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. 8-ാമത്തെ ദിവസം പ്രശാന്തതയുടെയും വിജ്ഞാനത്തിൻ്റെയും പ്രതീകമായി ദേവിയെ ഗൗരിയായും ദുർഗയായും ആരാധിക്കുന്നു. 9 സിദ്ധിദാത്രി. സർവദാ ആനന്ദകാരിയായി തൻ്റെ ഭക്തർക്ക് സർവസിദ്ധികളും പ്രദാനം ചെയ്യുന്നു. എല്ലാവരുടെയും ജീവിതങ്ങൾ നന്മ നിറഞ്ഞതാകട്ടെ. മനസ്സിൽ ആരോടും പകയും വിദ്വേഷവും വൈരാഗ്യവും ഇല്ലാതെ തെളിഞ്ഞ മനസ്സോടുകൂടി ദേവിയെ പ്രാർത്ഥിച്ചാൽ എല്ലാ ഫലം സിദ്ധിക്കും. എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ.